ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമുക്ക് ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് നമ്മുടെ ലുലുവിൽ പോയപ്പോ കുറച്ച് കക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ റൈസും കക്കയൊക്കെ നമുക്ക് വെക്കാം. കരിമീനുണ്ട്, കരിമീൻ ഇന്ന് വെക്കണോ വേണ്ടേന്ന് ഞാൻ ആലോചിക്കുവാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള ഒന്നും ഇല്ല കേട്ടോ, കാരണം ഇന്ന് കുക്കിംഗ് മാത്രമേ ഉള്ളൂ, ജോലി വേറെ ഒരു പരിപാടി ഇല്ല. അപ്പൊ ഫുള്ള് ബാക്കി ഫ്രീ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ എന്തായാലും കുക്കിങ്ങിലോട്ട് പോവാം. ഇത് ഫുള്ള് ഇതിന്റെ ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ. കക്ക ഇട്ടിട്ടുണ്ട്, കക്കയുടെ ബോക്സിൽ ഇരുന്ന് കേട്ടോ സെറ്റ് ആയിട്ടിരിക്കുവാണ്. പിന്നെ കരിമീൻ ചെറുതാട്ടോ, കരിമീൻ നമ്മൾ ലുലുന്ന് മേടിച്ചതല്ല, നമ്മൾ ഇവിടത്തെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അത് 3 ഉള്ളത്, ഫ്രൈ ചെയ്യാം, ചെറിയ പീസാണ്, ഒരുപാട് ഒട്ടും വലുതല്ല കേട്ടോ, വളരെ ചെറിയ കരിമീനാണ്. അപ്പോൾ അതിനിപ്പോൾ വെള്ളത്തിൽ ഇടാം, കുറച്ച് സമയം എടുക്കും അതൊന്ന് സെറ്റായി വരാനായിട്ട്. ഇനി കക്ക തോരത്തിന് നമുക്ക് തേങ്ങ തിരിയേണ്ട ആവശ്യം കേട്ടോ. കഴിഞ്ഞ ദിവസം തേങ്ങ പൊടിച്ചപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളവി വന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്താൽ ഇടാം, അതായിരുന്നു ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനെ ഇളവി വരും കേട്ടോ. ഞാൻ തേങ്ങ തിരികാനായിട്ട് ഉടച്ചതാട്ടോ, അപ്പൊ ഇതിങ്ങനെ ഇളവി വന്നു. പിന്നെ അന്ന് മീൻകറി വെച്ചപ്പോൾ ഇതുപോലെ ഇളക്കിയാണ് എടുത്തത്. ഇങ്ങനെ തേങ്ങ ഇളവി വന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അരച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ തേങ്ങ തിരികിയതുപോലെ ആയി വരും. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് കക്കയ്ക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കാം. പുളിശ്ശേരിയും വെക്കണം. അപ്പൊ എന്തായാലും ഇത്രയും തേങ്ങ മതി. അപ്പൊ ഇന്ന് ജയ റൈസ് ആണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇപ്പഴേ ഇട്ടാലേ റൈസ് കറി ആകുമ്പോഴത്തേക്ക് റൈസ് കുക്കായി വരത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇതങ്ങ് കുക്ക് ചെയ്യാൻ വെക്കാം. ഇതവിടെ സെറ്റ് ആവട്ടെ. ഇന്ന് വെള്ളവും വെക്കാനുണ്ട്, വെള്ളം. റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു തടിയിലെ സ്പൂൺ ഇങ്ങനെ വെളിയിൽ വെക്കുകയാണെന്നുണ്ടല്ലോ, ഇത് തിളച്ച് കളയത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, അടച്ചു വെച്ചാൽ ഇത് കളയും. അപ്പൊ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇത് പൊങ്ങി കളയത്തേ ഇല്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കരിമീൻ പൊരിക്കാനുള്ള വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്ത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ തിരികെ എടുത്ത് പിന്നെ നമ്മുടെ കക്കയും ഇവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മീനൊന്ന് പുരട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ഇന്നുണ്ടല്ലോ മിക്സിയിൽ അരച്ചാട്ടോ മീൻ പുരട്ടുന്നത്. സാധാരണ ഇന്ന് മുളക് പൊടി അങ്ങനെ ഇട്ടല്ലേ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ മിക്സിയിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല എല്ലാം കൂടി ഇട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് കേട്ടോ. എന്നിട്ടാട്ടോ ചേർക്കുന്നത്. അപ്പോൾ എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ അതും കൂടെ ഇട്ട് പിന്നെ ഞാൻ അല്പം ഒരു ഹാഫ് നാരങ്ങ എടുത്ത് കേട്ടോ. നാരങ്ങ എടുത്ത് അതൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 30 മിനിറ്റെങ്കിലും ഇരുന്ന് നല്ലപോലെ ഒന്ന് പിടിച്ച് വരട്ടെ. ഹലോ ഗൈസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹെൽമെറ്റ് ഊരിയില്ലേ? വെണ്ടയ്ക്ക അത് കൊള്ളാല്ലേ, റെഡ് കളർ വലിയ വെണ്ടയ്ക്കല്ലേ. അത് കൊള്ളാം, നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ലല്ലേ ചുമപ്പ് വെണ്ടയ്ക്ക. മലക്കറി ഇതൊക്കെ ഫ്യൂഷനാണ്. താക്കണോ? ചെറുതെയാ? താങ്ക് യു. ഇന്നലെ റോസ് ഡേ ആയിരുന്നു. ഹാപ്പി റോസ് ഡേ. Thank you. This is for you. Okay.
അമ്മയുടെ ചെവി വെച്ചാ ഡാഡയുടെ ചെവിയിൽ കൊണ്ടുപോയി അബിയുടെ ചെവിയിൽ വെച്ചു എന്നാ പിടിക്കും. എനിക്ക് വേണ്ട. ഇത്രയും കക്കയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അത് തോരൻ വെക്കാം. ചെറിയ ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, തേങ്ങയും തിരികെ എടുത്തിട്ടുണ്ട്. ഇനി അരപ്പും കൂടെ അരയ്ക്കണം. വെളുത്തുള്ളി ഇഞ്ചിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അധികം ഇടണം കേട്ടോ. നമുക്ക് വയറുവേദനയൊക്കെ വരുന്നത് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കക്ക കണവ അതിനൊക്കെ നമുക്ക് വയറുവേദന പെട്ടെന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഗ്യാസിൻ്റെ ഒന്നും വരാതിരിക്കാനായിട്ട് കുറച്ച് അധികം ഇടണം വെളുത്തുള്ളി ഇഞ്ചി. കടലിട്ട് കൊടുക്കാം. അപ്പൊ ഇതാ കടുക് വറുത്ത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിട്ട് വറ്റൽമുളക് കറിവേപ്പില ഇട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ല വരണ്ട് വരുന്ന സമയത്ത് നമുക്ക് കക്കയിട്ട് നമ്മുടെ ഇതുമില്ല തക്കാളിയും കൂടി ഇട്ട് അടച്ചു വെക്കാം. അപ്പൊ ഇതൊന്നും നല്ല പോലെ വരണ്ട് വരട്ടെ. തോരത്തിനായതുകൊണ്ട് സവാള നല്ല വരണ്ട് വന്ന് അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി നല്ല പോലെ വരണ്ട് വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആ കക്ക ഇട്ടൊന്ന് ഇളക്കിയിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയിട്ട് വരാം. ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുക്കാം, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ജീരകവും ചെറിയ ജീരകമാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. ഒരുപാട് അരയേണ്ട, ജസ്റ്റ് തോരത്തിനുള്ള അരയ്ക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചതച്ചെടുത്ത് അരപ്പങ്ങ് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. അപ്പോൾ അതവിടെ കിടന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇടണം കേട്ടോ മുകളിൽ. പിന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഞാൻ കക്കത്തോടെ ഇതിലോട്ട് വെച്ചു കേട്ടോ. ഇടയ്ക്ക് ഇവാനെ ഫുഡ് കൊടുക്കാൻ പോയ സമയത്ത് ചെറുതായിട്ട് കരിഞ്ഞു പോയി, ചെറുതായിട്ട് സ്മെല്ലൊന്നും വന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ പാനിലോട്ട് അങ്ങ് മാറ്റി കേട്ടോ. അതൊക്കെ എടുത്തിട്ട് അപ്പൊ ഇതിപ്പോ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് മല്ലിയിലയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കക്കത്തോടെ റെഡി ചെയ്തിട്ട് ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് കേട്ടോ. തിരിച്ചു വന്നപ്പോ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവാനിക്ക് ഫുഡ് കൊടുക്കാൻ പോയതാണ്. കരിഞ്ഞു നിന്നിട്ടും സ്മെല്ല് വന്നിട്ട് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ വന്ന് പാനിലോട്ട് മാറ്റി. ഉപ്പെല്ലാം മതിയോ? അപ്പൊ ഗൈസ് കക്കത്തോടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ 1/2 കിലോ കക്ക കഴിച്ചതാണ്. അപ്പം പകുതി മതിയായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കാതെ ഫുള്ള് വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തേക്ക് എടുക്കാം. അപ്പൊ 2 പ്ലേറ്റിലായിട്ട് വെക്കാം. ഒന്ന് തണുത്തിട്ട് ഫ്രിഡ്ജിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ എടുക്കാം. പകുതി ഇന്ന് കഴിക്കാനും എടുക്കാം. കുറച്ച് പൊരിക്കാൻ വെച്ചാൽ ഇനി ഇപ്പൊ നമ്മള് ജിമ്മിൽ പോകുന്നതുകൊണ്ട് പിന്നെയും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഓയിൽ അധികം വേണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്യാത്തത്. അപ്പൊ ഇത് രാത്രി ചപ്പാത്തിയോട് എന്തായാലും ഒരു കറിയാണ്. 2 ദിവസത്തേക്ക് ഇതിപ്പോ വരും. 2 ദിവസമായിട്ട് വരും. ഇതിലും കൂടെ കൊടുക്കുക. ഈ കളർ പിങ്ക് വെണ്ടയ്ക്ക ഉണ്ട്. അപ്പൊ ആ വെണ്ടയ്ക്ക മെഴുകും കൂടെ വെക്കാം. കട്ട് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡാൻസിനെ കാണിച്ചെടുത്ത അപ്പൊ ഈ പാൻ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ തന്നെ നമുക്ക് വെള്ളയ്ക്ക് മെഴുക്കും കൂടെ വെക്കാം.
ഇന്നൊരു വെറൈറ്റി വെണ്ടയ്ക്ക വിളിക്കാം. ഇതാണ് വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് വലിയ കത്തിരിക്ക മേടിച്ചത് കേട്ടോ. വലുതായിരുന്നു കേട്ടോ. ഞാൻ കട്ട് ചെയ്തെടുത്ത് പകുതി. പക്ഷെ ഉണ്ടാവും അത്രയും പുഴുവാണ്. ഈടായിട്ടുള്ള കത്തിരിക്ക വലുത് നോക്കി മേടിച്ചത്. എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ട് കേട്ടോ. അതൊന്ന് വരണ്ട് വന്നപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും കൂടി ഇട്ട് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഫിനിഷ് ചെയ്തോ? എനിക്ക് ഹോംവർക്ക് എഴുതാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം ഫ്രൈഡേ സ്കൂളിൽ നിന്ന് കൊടുത്തു വിടും കേട്ടോ ഹോംവർക്ക്. സാറ്റർഡേ ഇരുന്ന് എഴുതുന്നതാണ്. അപ്പോൾ ഇന്നലെ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് സൺഡേ ആണ്, ഈവനിങ് മൂവിക്ക് പോവാണ്, അപ്പോൾ പെട്ടെന്ന് എഴുതി തീർക്കാൻ പറയും. അങ്ങനെ എഴുതിയിട്ട് എന്നെ കൊണ്ട് കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എന്താ ചെറിയ മിസ്റ്റേക്ക് ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പോയി റബ്ബ് ചെയ്ത് കളയാനായിട്ട്. ചുമന്ന വെണ്ടയ്ക്ക വെളുത്തപ്പോ ഉണ്ടല്ലോ പച്ച കളറായിട്ടോ, ലൈറ്റ് പച്ചയായി മാറി കേട്ടോ. ചോപ്പിന്റെ നമ്മള് വാങ്ങിച്ചപ്പോ ചോപ്പായിരുന്നല്ലോ, വെന്തപ്പോ ഫുൾ ചോപ്പ് മാറി കേട്ടോ. എന്താണെന്ന് അറിയില്ല, കളറാണോ അറിയില്ല. Guys, now പഠിച്ചു കഴിഞ്ഞു. Guys, now ഇപ്പൊ 5ന്റെ സ്പെല്ലിംഗ് ആയിരുന്നു. Guys, no. 2ന്റെ സ്പെല്ലിംഗ് TWO. ഓക്കേ, ഗോ. കൊണ്ടാണ് വെച്ചോ. Bye, guys. Bye, guys. അപ്പൊ ഗൈസ് ലാസ്റ്റ് ആയിട്ട് കുറച്ച് കത്തിരിക്ക പുളിശ്ശേരി കൂടെ വെക്കാം. അപ്പൊ വെണ്ടയ്ക്ക് മെഴുക്കുണ്ട്, കക്ക തോന്നുന്നുണ്ട്, കത്തിരിക്ക പുളിശ്ശേരി ഉണ്ട്. അത് മതി. ഇതിന്റെ ആവശ്യം പിന്നെ കുറച്ച് മീൻ കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. പിന്നെ മീൻ പൊരിക്കാനുണ്ട്. അപ്പോൾ കത്തിരിക്കയെല്ലാം ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. എന്നിട്ട് ആ പാനിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുക്, ജീരകം സാധാ ജീരകമാണ് കേട്ടോ, പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് വരട്ടിയിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി റെഡിയാണ്. എന്നിട്ട് നമുക്ക് കത്തിരിക്കയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കത്തിരിക്ക ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതൊന്ന് അനന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ടോപ്പിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്കയും കൂടി ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കത്തിരിക്ക പുളിശ്ശേരി റെഡിയാണ്. അടിപൊളിയാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മുടെ മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ഇന്നിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കരിമീനായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗൈസ് ആണ് ഇന്നത്തെ ലഞ്ച്. ചോറായി, വെണ്ടയ്ക്ക മെഴുക്കുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, പുളിശ്ശേരി ഉണ്ട്, കക്കത്തോരനുണ്ട്. ഇതും കക്കത്തോരനാണ്. പിന്നെ കുറച്ച് കത്തിരിക്ക ഫ്രൈ അമ്മാമയ്ക്കുള്ളത് കേട്ടോ.
ഇനിയിപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാം. ചോറും നമ്മുടെ കത്തിരിക്ക പുളിശ്ശേരിയും കുറച്ച് കക്കത്തോരനും വെണ്ടയ്ക്ക മെഴുക്കും കരിമീൻ പൊള്ളിച്ചും കൂടെ ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ, കുറച്ച് പപ്പടം കൂടെ വെച്ചിട്ട് ഇങ്ങനെ വായിലോട്ട് വെക്കുമ്പോൾ എൻ്റെ മക്കളെ പൊള്ളി സാധനം ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സ്വർഗ്ഗം മാമ സ്വർഗ്ഗം എന്ന് പറയാം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ കഴിക്കട്ടെ. അപ്പൊ എണ്ണ കാണിക്കില്ലേ? എണ്ണ കാണിക്കില്ല. കരിമീൻ അപ്പൊ നോക്കിത് മൊബൈൽ നമ്മളെ വീഡിയോ കാണി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ വീഡിയോ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. ബൈ.